ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കൊല പഴം കൊണ്ടുള്ള പഴംപൊരി ഉണ്ടാക്കലാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കലാണ്. അത് ഒരു കൊല പഴം കൊണ്ട് മുഴുവനായിട്ടും നമ്മൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളെ പഴംപൊരി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പഴംപൊരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം സാധാരണ എല്ലാ ആൾക്കാരും ഉണ്ടാക്കുന്ന പോലത്തെ കൂട്ടല്ല, ഇതൊരു പ്രത്യേകതരം കൂട്ടാണ്. ഇങ്ങനൊരു കൂട്ടിൽ നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലുണ്ടല്ലോ, നിങ്ങൾ ജന്മത്തിൽ ഈ പഴംപൊരി മറക്കില്ല. അങ്ങനെയുള്ളൊരു കൂട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സാധാരണ എല്ലാ ആൾക്കാരും വെറും മൈദ ഉപയോഗിച്ചിട്ടുള്ള കൂട്ടാണ് ഉണ്ടാക്കൽ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു പ്രത്യേകതരം കൂട്ട്, ആ കൂട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒരു കൊല പഴമാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊല പഴമുണ്ട്. ഒരു കൊല പഴം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 35 പഴത്തോളം ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു 35-ന് ഒരു 100-120 അടുത്ത് പഴംപൊരി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത്രയധികം പഴംപൊരി ഉണ്ടാക്കാൻ നമ്മൾക്ക് ആവശ്യമുള്ളത് ഒരു 1.5 കിലോ മൈദ, പിന്നെ നമ്മളെടുക്കുന്നുള്ളത് ഒരു 200 ഗ്രാം കടലപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ പ്രത്യേകതരം കൂട്ടിന് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഒരു 2 കൈയിലേക്കുള്ള അരിപ്പൊടി അത്രയേ വേണ്ടതുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് പഞ്ചസാര. മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് കുറച്ചധികം പഞ്ചസാര ഇട്ടാലും കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു നുള്ള് അപ്പക്കാരം, വളരെ കുറച്ച് മതിയേ. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നല്ല ടൈറ്റായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി കളയരുത്. നമുക്ക് ടൈറ്റായിട്ട് കുഴച്ചെടുക്കേണ്ട രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ വെള്ളം അധികമായിപ്പോകും. നമ്മുടെ പഴംപൊരിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ, അധികം ലൂസും ആവരുത് അധികം കട്ടിയും ആവരുത്, ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും തരിയില്ലാതെ എല്ലാ തരികളും നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഉടച്ച് കളയണം. തരിയില്ലാതെ ഉടച്ചിങ്ങെടുക്കുക. പഴംപൊരിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ മാവ് നമ്മൾ എന്ത് ചെയ്യും, ഒരു 2 മണിക്കൂറോളം വെക്കും. സാധാരണ ആൾക്കാർ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മൾ മാവ് ഉണ്ടാക്കി ഉടനെ തന്നെ പഴം പൊരിക്കാൻ തുടങ്ങും. അങ്ങനെ പൊരിക്കരുത്. അങ്ങനെ പൊരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പഴംപൊരികളൊക്കെ രതീശികളായി പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇത് 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊന്തി വരും. അങ്ങനെ പൊന്തി വരുന്നതിലൂടെ ആ കൂട്ടുപയോഗിച്ചുകൊണ്ട് നമ്മൾ പഴംപൊരി ചുട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല വടി പോലെയുള്ള നല്ല പഴംപൊരി നമുക്ക് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മണിക്കൂർ നേരത്തേക്ക് ഇതിനെ മാവിനെ മാറ്റി വെക്കുകയാണ്. നമ്മുടെ മാവ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് പുളിക്കാനായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പഴം ഒക്കെ നമ്മൾ എടുത്തിട്ട് നന്നായി മുറിച്ച് വെക്കണം. പഴം പൊരിക്കാൻ കണക്കായിട്ടുള്ള രീതിയിൽ മുറിച്ച് വെക്കണം. പഴം ഇതാ നമ്മളിങ്ങനെ ഇതിന് കണക്കായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഒരു പഴം ഒരു 3 മുതൽ 4 പീസ് വരെ നമുക്ക് സുഖമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. ഹോട്ടലുകളിലൊക്കെയാണെങ്കിൽ ചിലപ്പോൾ 5 പോകും. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു 3 അല്ലെ 4 പീസാക്കി മാറ്റുന്നു. നമ്മൾ തോടോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ മുറിക്കാൻ എളുപ്പമാണ്.
നമ്മുടെ പഴമൊക്കെ നമ്മൾ മുറിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിലേക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചട്ടിയോടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിക്കുകയാണ്. നമ്മുടെ പഴം റെഡിയായിട്ടുണ്ട്, മാവ് റെഡിയായിട്ടുണ്ട്, എണ്ണ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മളിതാ എടുക്കുക, മാവിൽ മുക്കുക. മാവിൽ ശരിക്കിങ്ങനെ ഒട്ടി നിൽക്കണം പഴം. ആ ടൈറ്റിലായിരിക്കണം നമ്മൾ സാധനം നമ്മൾ ചെയ്യേണ്ടത്. ഒന്നുകൂടി മുക്കുന്നുണ്ട്. മുക്കുക, നേരെ എണ്ണയിലേക്ക് ഇട്ടുകൊള്ളുക. നമ്മുടെ പഴംപൊരി ഇതാ നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ക്രിസ്പിയാണ്. കാണുമ്പം തന്നെ അറിയാലോ, കണ്ടാ നല്ല വടി പോലെ നമ്മൾ പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങനെ വേണം നമ്മുടെ പഴംപൊരി നമ്മൾ പൊരിച്ചെടുക്കാൻ. ഇതാ നമ്മുടെ പഴംപൊരി ഇത് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അതിൻ്റെ പഴംപൊരി കാണാൻ തന്നെ ഉള്ളത്? നല്ല വടിക്കഷ്ണം വെച്ച പോലെയുള്ള നല്ല പഴംപൊരി. ഇങ്ങനെയാണ് നമ്മൾ രതീഷുകളല്ലാത്ത പഴംപൊരികൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു രീതി നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കൂടി നമ്മുടെ ചാനലിലേക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഇങ്ങനെ ചെയ്ത് നോക്കുക.